എന്താണ് പരീക്ഷയ്ക്ക് വല്ല മുട്ടയും കിട്ടിയ മുഖത്തൊരു വാട്ടം? ഒന്നുമില്ല ചേച്ചി. ഒന്നുമില്ല ചേച്ചിന്നോ? സാധാരണ വരുന്നതിന് ഒരു 10-15 മിനിറ്റ് ലേറ്റ് ആയിട്ടാണല്ലോ വന്നത്. എന്താണ്? ആ വാഴക്കാലേ ഭയങ്കര ബ്ലോക്ക് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് എന്തോ ചെയ്യാനാ? എന്തോ ചെയ്യാനാ? പഠിക്കാൻ പാടില്ല നേരത്തെ വന്നിട്ട്. നീ വന്നാടി? ആ വന്ന്. എന്തുവാറേ അണ്ടി പോയി ഉണ്ടാനപ്പം നയിക്കുന്നേ? എന്താടി വാവർന്ന കാര്യം പറ. ബിസ്ക്കറ്റ് ഒന്നുമില്ല അതാണോ? ഒന്നുമില്ല ചേട്ടാ, വേണ്ട ചേട്ടാ. ബോഡി ഷേമിങ് ഒന്നും ചെയ്യാൻ പാടില്ലല്ലോ. ബോഡി ഷേമിങ് നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ ആ ബോഡി ഷേമിങ് ചെയ്യുന്ന ആളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ബോഡി ഷേമിങ്. അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല. ഇപ്പൊ എന്തു പറ്റി അങ്ങനെ ഒരു ചോദ്യം വരാൻ കാരണം? ചേട്ടാ, എനിക്ക് തടി കൂടിയാ? നീ എന്നാ കുറച്ച് നീങ്ങന്നെ. ആ തടി അത്യാവശ്യം ഉണ്ട് അല്ലേ? ആ നല്ല കാര്യമൊന്നുമില്ല മക്കളെ. വളരുമ്പോ തടിയൊക്കെ കുറയും. ചേട്ടൻ ചെറുതായിരുന്നപ്പോ ഇതിലും തടിയായിരുന്നു. എന്താണ് കാര്യം പറ. ചേച്ചി, എന്റെ സ്കൂളിലെ 1-2 പിള്ളേർ എന്നെ തടിച്ച് പാറന്ന് വിളിച്ചു. ചേട്ടാ എന്നെ കളിയാക്കല്ലേ. ബിസ്ക്കറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് സാരില്ല മക്കളെ, വിട്ടുകളാ. അവർക്ക് അറിയാൻ പാടാത്തതുകൊണ്ട് വിളിച്ചല്ലേ. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവർക്ക് മനസ്സിലാവും വിളിച്ചതൊക്കെ തെറ്റാണെന്ന്. ചേച്ചി തെറ്റോടൊന്നുമില്ലേ മക്കളേടാ? നീ പറഞ്ഞ നിന്റെ കൂട്ടുകാർക്ക് അവർക്ക് വട്ടപ്പേരൊക്കെ ഉണ്ടോ? അതൊക്കെ മക്കൾ അവരെ വിളിക്കൂ? വിളിക്കോന്ന് വെച്ചാ ചിലപ്പോഴൊക്കെ വിളിക്കാറുണ്ട്. പക്ഷെ അത് ബോഡി ഷേമിങ് ആയിട്ടുള്ള പേരൊന്നും അല്ല. മക്കളെ, മക്കൾ അങ്ങോട്ട് വിളിക്കുന്നത് കൊണ്ടാണല്ലോ തിരിച്ച് ഇങ്ങോട്ട് കേൾക്കണ്ട വരുന്നത്. അതുകൊണ്ട് ആദ്യം നിന്റെ നാവ് ഒന്ന് കൺട്രോൾ ചെയ്യും. അപ്പൊ തന്നെ പകുതി പ്രശ്നങ്ങളും മാറും കേട്ടാ. മാത്രമല്ല ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞാലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വട്ടപ്പേരൊക്കെ വിളിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? பாரு, உனக்கு கட்டன் சாய் எடுக்கட்டா? വേണ്ട ആന്റി, എനിക്ക് உனக்கு பிடிச்ச பிஸ்கட் இருக்கு பாரு. വേണ്ട ആന്റി. ആന്റി ആണ് എല്ലാത്തിനും കാരണം. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാലും തീറ്റിപ്പിച്ചോണ്ടിരിക്കും. ഈ ദോശയൊക്കെ തരുമ്പോഴേ എനിക്ക് 2 എണ്ണം മതി എന്ന് പറഞ്ഞാലും ആന്റി ഇങ്ങനെ ഇട്ടോണ്ടിരിക്കും. അപ്പൊ നീ എന്ത് ചെയ്യും? വേറെ നിവർത്തില്ലല്ലോ, കഴിച്ചോണ്ടിരിക്കും. ഓ, അപ്പൊ കുറ്റം മൊത്തം കനകത്തിന്റെ ആയി. അവനവന്റെ വയററിഞ്ഞ് കഴിച്ചാലേ അവനവന് തന്നെ കൊള്ളാം. അമ്മമ്മേ, ഓ ഇനി ഭക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ നിയന്ത്രണം വേണം. ഞാൻ പഴയതുപോലെ ഓടിച്ചാടി കളിക്കാനൊക്കെ പോകും. അപ്പൊ പൊന്നുമോൾ ഉദ്ദേശിച്ചു വരുന്നത് ഡയറ്റിംഗ് തുടങ്ങാൻ പോവാണ് എന്നാണോ? ആ, എന്തായാലും അതൊക്കെ വേണം. വലിയ കുട്ടിയായി വരുവാ. അതെ അതെ അതെ. എന്താ കിണിക്കണേ? അല്ലേ ചേച്ചി, ഈ വീട്ടില് ആഹാരത്തിന്റെ കാര്യത്തിൽ എന്നെ കടത്തി വിടുന്ന ഒരേ ഒരാളെ ഉള്ളൂ. അതാണ് ഇതാ ലെവള്. ഈ എവള് ഫുഡ് കൺട്രോൾ ചെയ്യാൻ പോണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. பாரு, டயட்டிங் எல்லாம் இந்த ஏஜ்ல செய்யக்கூடாது. இந்த ஏஜ்ல நல்லா சாப்பிடணும். அப்பதான் இந்த பல்லு, எள்ளு, காலு, கையெல்லாம் நல்லா வளரும். നന്നായിട്ടൊന്ന് ഓടുകയും ചാടുകയും ഒക്കെ ചെയ്താൽ മതി. കഴിക്കുന്ന ആഹാരമൊക്കെ തന്നെ ദഹിച്ചോളൂ. അയ്യോ, ഓടാനും ചാടാനും ഒന്നും പാറുവിനെ കിട്ടൂല. ഓടാനും ചാടാനും ഒക്കെ ഞാൻ തന്നെ പോണോ? കളിക്കാൻ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാ വരുമോ? ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഇരുന്നിരുന്ന് ഞാൻ ഇങ്ങനെ ആയിപ്പോയി. അല്ല, അപ്പൊ ഈ ഡയറ്റിംഗ് ഒക്കെ പ്ലാൻ ചെയ്ത സ്ഥിതിക്ക് ചിക്കനും മീനും അതുപോലെ തന്നെ ബീഫും വറുത്തതും പൊരിച്ചതും ഒന്നും കഴിക്കില്ലായിരിക്കും അല്ലേ? ഇല്ല ചേച്ചി, എന്റെ ശരീരത്തിന് ശത്രുവായിട്ട് നിൽക്കുന്ന ഒന്നും ഞാൻ കഴിക്കത്തില്ല. കടുത്ത തീരുമാനമാണല്ലോ. ഞാൻ പോയി ഡ്രസ് മാറിട്ടെ. ഇപ്പൊ എന്തായാലും നീ ഡയറ്റ് ഒക്കെ തുടങ്ങാൻ പോവാന്ന് പറഞ്ഞ സ്ഥിതിക്ക് അതിന് മുന്നോടിയായിട്ട് മക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിസ്ക്കറ്റ് മേടിച്ചു വെച്ചിട്ടുണ്ട്. ഏതാ? ക്രീമുള്ളതാണോ? മേളില് വാനില, താഴെ ചോക്ലേറ്റ്, അതിന് നടുക്ക് ഏതൊരു ഫ്ലേവർ ഉണ്ട്? ഓറഞ്ചാ? പിസ്ത ഫ്ലേവർ. പിന്നെ ബിസ്ക്കറ്റിന്റെ മേളിലുണ്ടല്ലോ ഇങ്ങനെ നല്ല ജാമൊക്കെ തേച്ച് പഞ്ചസാരയൊക്കെ വിതറി അതിന്റെ മുകളിൽ ഒരു ചെറിയ ഇരിപ്പ്. അതിങ്ങനെ കൊണ്ടുവന്നിട്ട് കട്ടൻ ചായയിൽ 2 മുക്ക് മുക്കിയിട്ട് കേട്ടിട്ട് നല്ല കൊതി വരുന്നുണ്ട്. വായില് വെള്ളം ഒഴുകുന്നു. പക്ഷേ വേണ്ട, ശരിയാവത്തില്ല.
അത് ഞാൻ പ്രതീക്ഷിച്ചില്ല. രണ്ടിനുള്ള പുറപ്പെടാൻ പാപ്പു പാപ്പു